കോൺഗ്രസ് വിട്ട് 24 മണിക്കൂർ തികയും മുൻപ് ബി.ജെ.പിയിൽ എത്തിയിരിക്കുകയാണ് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാൻ. കോൺഗ്രസിന്റെ മുൻ എം.പി കൂടിയാണ് ഇദ്ദേഹം. മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാൾ. ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലും ചേർന്നാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. രാജ്യസഭയിലേക്ക് ഉടൻ നാമനിർദ്ദേശ പത്രിക ചവാൻ സമർപ്പിക്കും. കോൺഗ്രസിൽ നിന്ന് രാജ്യസഭാ സീറ്റ് കിട്ടില്ലെന്ന സൂചനയാണ് കളം മാറാൻ ചവാനെ പ്രേരിപ്പിച്ചത്. ബി.ജെ.പി അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് ഓഫർ ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചുള്ള നിർണായക തീരുമാനങ്ങൾ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എടുക്കുമെന്നായിരുന്നു അശോക് ചവാൻ തിങ്കളാഴ്ച പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ താൻ ബി.ജെ.പിക്കൊപ്പം പുതിയ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചുവെന്ന് ചവാൻ വെളിപ്പെടുത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മഹാരാഷ്ട്ര കോൺഗ്രസിന് വൻ തിരിച്ചടി തന്നെയാണിത്. പാർട്ടിയിൽ പ്രതിസന്ധിയും രൂക്ഷമായിരിക്കുകയാണ്. നേരത്തെ മുംബൈ കോൺഗ്രസിലെ പ്രമുഖ നേതാവായ മിലിന്ദ് ദേവ്റയും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. ശിവസേനയിലായിരുന്നു അദ്ദേഹം ചേർന്നത്. നേരത്തെ അജിത് പവാറിന്റെ എൻ.സി.പിയിൽ ബാബ സിദ്ദീഖും ചേർന്നിരുന്നു. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോലെയുമായുള്ള പ്രശ്നങ്ങളാണ് അശോക് ചവാൻ പാർട്ടി വിടാനുള്ള കാരണമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. മഹാവികാസ് അഘാഡിയിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച തീരുമാനം വൈകുന്നതും ചവാനെ ചൊടിപ്പിച്ചിരുന്നു. ഇനി വെറും മാസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഒട്ടും ഗൗരവമില്ലെന്നാണ് ചവാൻ ആരോപിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഒരു കോൺഗ്രസ് നേതാവിന്റെ പ്രവർത്തന ശൈലിയിൽ അശോക് ചവാൻ അസംതൃപ്തിയിലായിരുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരൂപം പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തെ ചവാൻ സമീപിച്ചിരുന്നു. ഈ പരാതി ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാവില്ലെന്നായിരുന്നു സഞ്ജയ് നിരൂപം വ്യക്തമാക്കിയത്. അതേസമയം പ്രത്യയശാസ്ത്രപരമായി പാർട്ടിയോട് കൂറില്ലാത്തവരാണ് പാർട്ടി വിട്ടത്. ഇത് കൂടുതൽ പേർക്ക് അവസരം നൽകാൻ പാർട്ടിയെ സഹായിക്കുമെന്നും ജയറാം രമേശ് പറഞ്ഞിരുന്നു. കോൺഗ്രസിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ലഭിച്ച ശേഷവും പാർട്ടിയെയും പ്രത്യയശാസ്ത്രത്തെയും ഒരാൾ വിട്ടുപോകുന്നത് ദൗർഭാഗ്യകരമാണെന്ന് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലെയും പറഞ്ഞിരുന്നു. അതേസമയം ചവാന്റെ രാജി വാർത്തയിൽ പ്രതികരണവുമായി ബി.ജെ.പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്തു വന്നു. കോൺഗ്രസിൽ നിന്നുള്ള നിരവധി നല്ല നേതാക്കൾ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ജനങ്ങളുമായി ബന്ധമുള്ള നേതാക്കൾ കോൺഗ്രസിൽ ശ്വാസം മുട്ടുകയാണെന്നാണ് ബി.ജെ.പി നേതാവ് പറഞ്ഞത്. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ശങ്കർ റാവു ചവാന്റെ മകനാണ് അശോക് ചവാൻ. സംസ്ഥാനത്തെ നന്ദേഡ് മേഖലയിൽ കാര്യമായ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് അശോക് ചവാൻ.